ഫുട്ബോൾ ഖത്തറിനായി വളപട്ടണത്തിന്റെ പ്രിയപുത്രൻ തഹസിൽ മുഹമ്മദ് ബൂട്ടണയുന്ന നിമിഷം വൻ ആഘോഷമാക്കി മാറ്റാൻ കാത്തിരിക്കുകയാണ് ജന്മനാട്. ലോകകപ്പ് മത്സരങ്ങൾ അവസാനിക്കുന്നതുവരെ ഫുട്ബോൾ പൂരത്തോടൊപ്പം വൈവിധ്യമാർന്ന വിവിധ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളപട്ടണത്തെ ടീം 1000 ലോകകപ്പ് വളപട്ടണം ഫെസ്റ്റ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതൽ വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആവേശക്കടലായി മാറി. ലോകകപ്പ് മത്സരങ്ങൾ അവസാനിക്കുന്നതുവരെ ഈ ഫുട്ബോൾ പൂരം തുടരാനാണ് സംഘാടകരുടെ തീരുമാനം. വിവിധ രാജ്യങ്ങളുടെ കൊടിത്തോരണങ്ങളും പ്രിയതാരങ്ങളുടെ കട്ടൗട്ടുകളും കൊണ്ട് അലങ്കരിച്ച ഹാളിൽ മത്സരങ്ങൾ തത്സമയം കാണാൻ വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. വരും ദിവസങ്ങളിലും വിവിധ കലാകായിക പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ സി ഹനീഫ, കൺവീനർ പി വി നൌഷാദ്, ജൗഹർ എളയടത്ത്, VK ഇസ്മായിൽ, മൂസാൻകുട്ടി KMS എന്നിവർ പങ്കെടുത്തു. ഒരു പരിശീലന മത്സരം 2 ദിവസം 3 ദിവസം മുമ്പ് നടക്കുകയുണ്ടായി. അതിൽ അവസാനം 75 മിനിറ്റ് ശേഷം അദ്ദേഹം കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ആദ്യ 11-ൽ സ്ഥാനം പിടിച്ചിട്ടില്ലെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ സബ്ബായി തഹസിൻ ഇന്ന് കളത്തിൽ ഇറങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗോളുകൾ കാണാൻ വേണ്ടി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഇന്ന് ഒരു വലിയ കട്ടൗട്ടോടുകൂടി വളവട്ടത്ത് വരുന്നു. വളവട്ടം മൊത്തത്തിൽ ദീപാലങ്കരിച്ചിരിക്കുകയാണ്. വളവട്ടം ഹൈസ്കൂൾ മുതൽ വളവട്ടം സ്റ്റേഡിയം വരെ അതിൻ്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. ഇനിയും തുടർന്നും നിങ്ങളുടെ